സർ, നമുക്കറിയാം അമേരിക്കയിൽ വെടിയേറ്റു മരിക്കുന്ന ആദ്യത്തെ ഒരു നേതാവൊന്നുമല്ല ചാർലി കിർക്ക് എന്ന് പറയുന്നത്. എബ്രഹാം ലിങ്കൺ മുതൽ ചാർലി കിർക്ക് വരെയുള്ളവരെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും പല നേതാക്കളും അമേരിക്കയിൽ ഈ വിധത്തിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ചാർലി കിർക്ക് ഒരു യുവ നേതാവ് എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായിരുന്നു. ഒരുപാട് ആളുകളെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തി. സോഷ്യൽ മീഡിയ ജീവിതത്തിനപ്പുറത്തേക്ക് അമേരിക്കയിലെ രാഷ്ട്രീയത്തിൽ വ്യക്തമായ സ്വാധീനം ചെലുത്താൻ കൂടി സാധിച്ചിരുന്ന ആളായിരുന്നു ചാർലി കിർക്ക്. ട്രംപിന്റെ അടുത്ത അനുയായി, ട്രംപിന് വോട്ടുകൾ സമാഹരിക്കാനായി ജനങ്ങൾക്കിടയിലേക്ക് മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തി. അത് മാത്രമല്ല, ചാർലി കിർക്കിന് ഏത് സമയത്ത് വേണമെങ്കിലും വൈറ്റ് ഹൗസിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു അനുമതി ഉണ്ടായിരുന്നു. ആ തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റുമായി സ്വാതന്ത്ര്യമുള്ള ഒരാൾ, ആ തരത്തിൽ അവകാശങ്ങളൊക്കെയുള്ള ഒരു വ്യക്തി കൂടിയാണ് ചാർലി കിർക്ക്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അടുത്ത അല്ലെങ്കിൽ ഭാവിയിൽ US പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായേക്കാവുന്ന ആൾ എന്ന് വരെ അദ്ദേഹത്തെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ചില ഇടപെടലുകളും ഒക്കെ നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ചാർലി കിർക്ക് കൊല്ലപ്പെടുകയാണ് അതിദാരുണമായി. അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ട്രംപിന്റെ ചെവിക്കരികിലൂടെ തുളഞ്ഞു കയറിപ്പോയ ബുള്ളറ്റ് ചാർലി കിർക്കിന്റെ തലയിൽ അല്ലെങ്കിൽ നെഞ്ചിൽ കൊണ്ടു എന്ന തരത്തിലാണ് ന്യൂയോർക്ക് ടൈംസിൽ നിന്ന് ഉൾപ്പെടെ വരുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ട്രംപ് ആണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം, ചാർലി കിർക്ക് അല്ല എന്നതാണ് വസ്തുത. ട്രംപിന് അടിപതറുകയാണോ? ചാർലി കിർക്ക് വഴി ലക്ഷ്യം വയ്ക്കുന്നത് ട്രംപിനെ തന്നെയാണോ? അമേരിക്ക എന്ന രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ വളരെ സൂക്ഷ്മമായി ഒന്ന് പഠിക്കേണ്ടതാണ്. അമേരിക്ക എന്ന രാജ്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ബ്രിട്ടനിൽ നിന്ന് ബ്രിട്ടനിലെ കുറ്റവാളികളും അതുപോലെ ബ്രിട്ടന്റെ ഉള്ളിൽ സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുത്തുന്നവരും എന്ന നിലയിലുള്ള, ശരിക്കും പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരെയും ക്രിമിനലുകളുമായ ആൾക്കാരെ നാട് കടത്തിയ ഒരു പ്രദേശമാണ് അമേരിക്ക. അമേരിക്ക കണ്ടുപിടിച്ചതിന്റെ ചരിത്രമൊക്കെ നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്നതിനേക്കാൾ ഉപരി അമേരിക്ക എന്ന രാജ്യം രൂപവൽക്കരിച്ചതിന്റെ പശ്ചാത്തലമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ അവിടെ കുടിയേറുകയല്ല, അവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും അവർ ആ രാജ്യത്ത് ജീവിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തപ്പോൾ ജന്മനാ തന്നെയുള്ള കുറ്റവാസനയും ക്രിമിനൽ വാസനയും അവരുടെ കഠിനാധ്വാന രീതിയുമെല്ലാം ചേർന്നിട്ടാണ് അമേരിക്ക എന്ന രാജ്യം രൂപം കൊള്ളുന്നത്. പക്ഷേ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഈ കഠിനാധ്വാനികളായിട്ടുള്ള ക്രിമിനലുകൾ, അതെപ്പോഴും അങ്ങനെയാണ് കേട്ടോ, ഈ ക്രിമിനലുകൾക്ക് ഞായറാഴ്ചയും രാത്രിയും പകലും ഒന്നുമില്ല, അവരെപ്പോഴും വർക്കിംഗ് ആണ്, 24x7 ആണ്. എന്നാൽ പോലീസിന് അവധിയുണ്ട്, ക്രിമിനലുകൾ അവധി എടുക്കാറില്ല. ഇതുപോലെയുള്ള ആൾക്കാര് അമേരിക്കയിൽ കുമിഞ്ഞുകൂടിയപ്പോൾ അവർ ആ പ്രദേശം മുഴുവൻ ആദ്യമായി വെട്ടിപ്പിടിച്ചു. അവിടുത്തെ ആദിമ നിവാസികളെ മുഴുവൻ വെടിവെച്ചു കൊന്നു. റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ പറയുന്ന, മായന്മാരും ഇൻകാകളും എന്നൊക്കെ പറയുന്ന അവിടുത്തെ സമ്പന്നരും സമൃദ്ധരും സംസ്കാര സമ്പന്നരുമായിരുന്ന ജനവിഭാഗത്തെ മുഴുവൻ കൊന്നൊടുക്കി. അവരുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് ആ ഭൂപ്രദേശത്ത് കൃഷി ചെയ്ത് വ്യവസായം നടത്തി. പിന്നെ അമേരിക്ക എന്ന രാജ്യം പതുക്കെ പതുക്കെ ഉയർന്നു വരികയാണ് ഉണ്ടായത്. അങ്ങനെ ഉയർന്നു വരുന്ന സമയത്ത് 50ഓളം സംസ്ഥാനങ്ങൾ പരസ്പരം തമ്മിലടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആഭ്യന്തര യുദ്ധത്തിന്റെ, വെള്ളക്കാരും കറുത്ത വർഗ്ഗക്കാരും തമ്മിലുള്ള നീണ്ടുനിന്ന പോരാട്ടത്തിന്റെ ഒരു ചരിത്രമുണ്ട്. അബ്രഹാം ലിങ്കണിൽ എത്തി അവസാനിക്കുന്നതിന് മുൻപ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറും ഒക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാർ പോരാടിയ ഒരു ചരിത്രം നമുക്കറിയാം. അങ്ങനെ നിരന്തരമായ ആഭ്യന്തര സംഘർഷങ്ങളിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു ചരിത്ര പശ്ചാത്തലമാണ് അമേരിക്കയ്ക്കുള്ളത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. അതായത് ചുരുക്കി പറഞ്ഞാൽ, സംസ്കാരമില്ല, പുറമേയുള്ള ആടയാഭരണങ്ങളും വേഷഭൂഷാദികളും ഉയരമുള്ള കുറെ കെട്ടിടങ്ങളും വ്യവസായവും ബിസിനസ്സും കാശുമല്ലാതെ സംസ്കാരം ലെവലേശമില്ലാത്ത ഒരു പ്രദേശമാണ് അമേരിക്ക എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ചാർലി കിർക്കുമായി ബന്ധപ്പെട്ട ഈ സംഭവം. ഇതെവിടെ തുടങ്ങുന്നു എന്ന് നമുക്ക് പിറകോട്ട് നോക്കിയാൽ, ആധുനിക അമേരിക്ക, പരിഷ്കൃത അമേരിക്ക ജനാധിപത്യത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ, കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തെ അല്ലെങ്കിൽ 1.25 നൂറ്റാണ്ട് കാലത്തെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമ്മൾ കാണുന്നത് 1865 എബ്രഹാം ലിങ്കണെ വെടിവെച്ചു കൊന്നുകൊണ്ട് അവിടെ സാമൂഹികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിക്രിയ അരങ്ങേറുകയാണ്. അതായത് വെളുത്ത വർഗ്ഗക്കാർക്കൊപ്പമുള്ള അവകാശം കറുത്ത വർഗ്ഗക്കാർക്ക് കൊടുത്തു എന്ന കുറ്റമാണ് അബ്രഹാം ലിങ്കൺ ചെയ്തത്. അപ്പോൾ വംശവെറിയന്മാർക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അബ്രഹാം ലിങ്കണെ വെടിവെച്ചു കൊന്നു. 1881 അതിന് പിന്നാലെ ജെയിംസ്
ഗാർഫീൽഡ് എന്ന രാഷ്ട്രീയ നേതാവും കൊല്ലപ്പെടുകയാണ്. അത് കഴിഞ്ഞ് അധികം കഴിഞ്ഞില്ല, 1901 വില്യം മക്കിൻലി വീണ്ടും ഇതേപോലെ കൊല്ലപ്പെട്ടു. 1935 ഫൂയി ലോങ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവും കൊല്ലപ്പെടുന്നുണ്ട്. അതായത് അവിടെ ഇസ്ലാമികമായിട്ടുള്ള ശക്തികൾക്ക് പതുക്കെ പതുക്കെ ഒരു രാഷ്ട്രീയ സ്വാധീനം ഉദിച്ചു വരുന്ന കാലഘട്ടമായിരുന്നു അത്. പിന്നീട് 1965 63 ജോൺ എഫ് കെന്നഡി കൊല്ലപ്പെടുന്നത് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു കൊലപാതകമായിരുന്നു. അതിന്റെ പിന്നാലെയാണ് 1965 മാൽക്കം എക്സ്. ഈ മാൽക്കം എക്സ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക ഭരണാധികാരി എന്നുള്ള നിലയിൽ വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അമേരിക്കയുടെ ക്രിസ്ത്യൻ പശ്ചാത്തലത്തോട് ഇണങ്ങാത്ത ഒരു ഭരണാധികാരിയെ അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതിന്റെ തെളിവായിരുന്നു 1965 മാൽക്കം എക്സിന്റെ കൊലപാതകം. അവിടെയും തീർന്നില്ല. 1968 മാർട്ടിൻ ലൂതർ കിങ് വധിക്കപ്പെടുകയാണ്. കറുത്ത വർഗക്കാരുടെ അധിനിവേശം അല്ലെങ്കിൽ കറുത്ത വർഗക്കാരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ ഉൾക്കൊള്ളാൻ മനുഷ്യ സാഹോദര്യവും വിശാലത്വവും ജനാധിപത്യവും ഒക്കെ പറയുന്ന അമേരിക്ക, മാനവ സംസ്കാരത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും പേരിൽ ലോകത്തെ മുഴുവൻ വിറപ്പിക്കാൻ വരുന്ന അമേരിക്ക സ്വന്തം ജനകീയ നേതാവായ മാർട്ടിൻ ലൂതർ കിങ്ങിനെ കൊലപ്പെടുത്തിയ അമേരിക്കയാണെന്ന് ഓർക്കണം. 1968 തന്നെയാണ് റോബർട്ട് എഫ് കെന്നഡിയും കൊല്ലപ്പെടുന്നത്. പിന്നീട് ഒരു 10 വർഷത്തിന് ശേഷം 1978 ജോർജ് മോസ്കോൺ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവും കൊല്ലപ്പെടുന്നുണ്ട്. പിന്നീട് അതേ വർഷം തന്നെ ഹാർവേ മിൽക്കും കൊല്ലപ്പെടുന്നു. അവസാനം 1980 ജോൺ ലെനൻ. ഇത്രയും എത്തി നിൽക്കുന്ന കൊലപാതക പരമ്പരകൾക്ക് ശേഷം കഴിഞ്ഞ 45 വർഷക്കാലം അമേരിക്ക ശാന്തവും സമാധാനപൂർണവുമായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രംപിന്റെ ചെവി തുളച്ച് കടന്നുപോയ വെടിയുണ്ട അന്ന് ലക്ഷ്യം കണ്ടിരുന്നെങ്കിലോ നമ്മൾ ഈ പട്ടിക വീണ്ടും നീട്ടേണ്ടി വരുമായിരുന്നു. നിരവധി ആക്രമണങ്ങൾ പിന്നീടും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമാണ്, പരിഷ്കൃത രാജ്യമാണ്, ലോകത്തിന് മുഴുവൻ മുമ്പിൽ മനുഷ്യാവകാശത്തെ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ അതിനെ പരിരക്ഷിക്കുന്ന രാജ്യമാണ് എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുമ്പോഴും അമേരിക്കയുടെ ആഭ്യന്തരമായ പ്രശ്നങ്ങളെ അവർ ജനാധിപത്യപരമായിട്ടാണോ കൈകാര്യം ചെയ്യുന്നത്? ഒരിക്കലുമല്ല. അവിടെ ജനാധിപത്യത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും യാതൊരു തരിമ്പും നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ 45 വർഷമായിട്ട് അവിടെ നിരന്തരമായ കൊലപാതകങ്ങൾ ഉണ്ടാകാത്തത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വിചിത്രമാണ്. തോക്കുകൊണ്ട് വെടിവെക്ക് കൊല്ലുന്നതിനേക്കാൾ ലാഭമാണ് സാമ്പത്തികമായും രാഷ്ട്രീയമായും സമ്മർദ്ദത്തിലാഴ്ത്തി ലക്ഷ്യം നേടുക എന്നുള്ളത്. അതായത് പണാധിപത്യവും അതുപോലെ തന്നെ ഈ ജനാധിപത്യവും ഒന്നിച്ചു ചേർന്നിട്ട് ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ പിന്നെ യുദ്ധത്തിന്റെ ആവശ്യമില്ലല്ലോ, പിന്നെ വെടിയുണ്ടയുടെ ആവശ്യമില്ലല്ലോ, പിന്നെ ക്രിമിനൽ വൽക്കരണത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇന്ന് ലോകമെമ്പാടും തന്നെ ഈ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പണ്ടൊക്കെ തോക്കുകൊണ്ട് വെടിവെക്കുമായിരുന്ന ആ ഒരു പ്രത്യക്ഷമായ പോരാട്ടത്തിന് പകരം അല്ലെങ്കിൽ കൊലപാതക പരമ്പരയ്ക്ക് പകരം സമ്പത്ത്, അധികാരം ഇത് രണ്ടും ചേർന്നുകൊണ്ട് ഒരു വ്യക്തിയെയും ഒരു രാജ്യത്തെയും കീഴടക്കുന്ന ഒരു അന്തരീക്ഷം ഇന്ന് നിലവിലുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ അതിനെ ശീതയുദ്ധമെന്നോ ഡീപ് സ്റ്റേറ്റ് ഇൻഫ്ലുവൻസ് എന്നോ മീഡിയ ഇൻഫ്ലുവൻസ് എന്നോ പല രീതിയിലും നമുക്ക് അതിനെ പേരിട്ട് വിളിക്കാൻ പറ്റും. ഇവിടെയൊക്കെ സംഭവിക്കുന്നതിന്റെ റിസൾട്ട് ഒന്ന് തന്നെയാണ്. ഇതിന്റെ എല്ലാം കേദാരമായിട്ടും വിളനിലമായിട്ടും ഹാച്ചറി ആയിട്ടും ട്രെയിനിങ് സെന്റർ ആയിട്ടും ലോഞ്ചിങ് പാഡായിട്ട് നിൽക്കുന്ന ഒരേ ഒരു രാജ്യം അമേരിക്കയാണ്. കാരണം ആഗോളതലത്തിൽ ഭീകര പ്രസ്ഥാനങ്ങൾ നടത്തുന്ന നിരവധിയായ അട്ടിമറി ശ്രമങ്ങളും കൊലപാതക പരമ്പരകളും കാണുമ്പോൾ നമ്മൾ ആ ഭീകര പ്രസ്ഥാനങ്ങളുടെ ചരിത്രമായിരിക്കും അന്വേഷിക്കുക. പക്ഷെ ഈ ഭീകര പ്രസ്ഥാനങ്ങൾക്കൊക്കെ പാലും തേനും മൂട്ടി വളർത്തി അവർക്കൊക്കെ ആശയപരമായിട്ടും ആയുധപരമായിട്ടും സമ്പത്ത് കൊണ്ടും പിന്തുണ നൽകി ലോകരാജ്യങ്ങളിൽ അശാന്തി വിതയ്ക്കുകയും രാജ്യങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന സമയത്ത് തമ്മിലടിക്കുന്ന രണ്ട് രാജ്യത്തിന്റെയും അടുത്ത് ആയുധം വിൽക്കാൻ വേണ്ടി ചെല്ലുകയും അതിന്റെ കൂടെ തന്നെ തമ്മിലടിച്ച് തകരുന്ന രാജ്യങ്ങൾക്ക് സാമ്പത്തിക പാക്കേജുകൾ കൊടുക്കുകയും അവിടുത്തെ ബിസിനസ്സും ഇൻഡസ്ട്രിയും അപ്പാടെ സ്വന്തമാക്കിയെടുക്കുകയും ചെയ്യുന്ന കുടില ബുദ്ധി എന്നൊന്നും പറഞ്ഞാൽ പോരാ. ആ അമേരിക്കൻ ബുദ്ധിയാണ് നമ്മൾ ഇത്രയും നാളും കണ്ടത്. ഇന്നിപ്പോൾ പത്മാസുരന് വരം കിട്ടിയെന്ന് പറഞ്ഞതുപോലെ ഇതേ ശക്തി അമേരിക്കയ്ക്ക് നേരെ പ്രയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ചാർലി കിർക്കിന്റെ ഈ സംഭവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ
അമേരിക്ക സ്വയം കൃത അനർത്ഥങ്ങളുടെ പടുകുഴിയിലേക്ക് വീഴുകയാണ്. ഇവിടെ ചാർലി കിർക്കിന് ശേഷമോ അതിനു മുൻപോ ട്രംപ് ലക്ഷ്യമായിരുന്നു എങ്കിൽ ലക്ഷ്യത്തെക്കുറിച്ചായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക. മരിച്ചത് ചാർലി കിർക്കാണോ കൊല്ലപ്പെട്ടത് ട്രംപ് ആണോ എന്ന് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറയും യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ്. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, അധികാരം വർദ്ധിക്കുമ്പോൾ, ആഗോളതലത്തിലുള്ള സ്വാധീനം വർദ്ധിക്കുമ്പോൾ സംസ്കാരവും ധർമ്മവും എന്ന് പറയുന്ന മൂല്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ അവസ്ഥയായിരിക്കും ആർക്കും ഉണ്ടാകാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ പറയാറുണ്ട് പാശ്ചാത്യ സംസ്കാരം, പൗരസ്ത്യ സംസ്കാരം എന്നൊക്കെ. പാശ്ചാത്യ സംസ്കാരം എന്നുള്ളത് ഒരുതരം ഉപഭോഗ സംസ്കാരമാണ്. ഞാൻ ഒഴികെ എല്ലാം എനിക്ക് ഉപയോഗിക്കാനുള്ളതാണ് എന്നും, ഞാൻ ഒഴികെ എല്ലാവർക്കും നിയമങ്ങൾ ബാധകമാണ്, എനിക്ക് നിയമബാധകമല്ല എന്നും ഏകാധിപത്യത്തിന്റെ ഭാഷയിലൂടെ സംസാരിക്കുന്ന പാശ്ചാത്യ തമ്പുരാന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അമേരിക്ക. ആ അമേരിക്ക ഇപ്പോൾ ആരെയും വെടിവെച്ചിട്ട് കലി തീരാത്തതുകൊണ്ട് സ്വന്തം തലയ്ക്ക് വെടിവെക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണെന്നാണ് ഈ സംഭവത്തിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്.